അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഇതേപോലത്തുള്ള റീൽസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഈ ഓണർ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രോഗ്രാംസ് സെലിബ്രേഷൻ്റെ റീൽസിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങത്തെ ഒരു ക്ലിപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതേപോലത്തുള്ള ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും, രണ്ടാമത്തെ പറയുമ്പോൾ ഇതേപോലെ ഈ ഒരു ഈഗിൾ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ബേർഡ്സിനൊക്കെ എങ്ങനെ ഇതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ രണ്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് കൂടുതലായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം CapCut എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് CapCut എന്നല്ല ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തുള്ള ഈ ഒരു എഡിറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുട്ടേജിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഫുട്ടേജ് പറയുമ്പോൾ ഇതേപോലത്തുള്ള ഒരു സ്കൈ വ്യൂ ആയിട്ടുള്ള ഇതേപോലത്തെ ഡ്രോൺ ഷോട്ടൊക്കെ ആയിട്ടുള്ള ക്ലിപ്സുകൾ നമുക്ക് അത്യാവശ്യമുണ്ട്. സാധാരണ നോർമൽ ഇപ്പോൾ നമ്മൾ നേരത്തുനിന്ന് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും ഇത് നടക്കില്ല. ഇതേപോലത്തുള്ള ഒരു മേലെ നിന്ന് ഇങ്ങനെ താഴേക്ക് എടുത്തിട്ടുള്ള രീതിക്കുള്ള ഷോട്ട് നമുക്ക് ഇത് ഈ ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡ്രോൺ ഷോട്ടാണത്. അപ്പോൾ ഇതിൽ എനിക്ക് നല്ലൊരു ഭാഗം നോക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്യൂറേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് അതെങ്ങനെ മേക്ക് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മ്യൂസിക്കിനൊക്കെ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തെടുത്താൽ മതി ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതാ ഒരു 7.4 സെക്കൻഡാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് പറയുന്നത്, അപ്പോൾ ഓൾറെഡി ഈ ഒരു സ്കൂൾ പറയുന്നത് കുറച്ചുകൂടി ചെറുതായിട്ടാണ് കാണുന്നത്, കുറച്ച് ലോങ് ആയിട്ട് ഒരു ലോങ് ഷോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അടുത്തേക്കാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ അത് വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ ഒരു ഈഗിളിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആഡ് ഓവറിൽ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആണത്. ഗ്രീൻ സ്ക്രീൻ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈഗിൾ ഫ്ലൈയിങ്. ജസ്റ്റ് നിങ്ങൾ ഈഗിൾ ഫ്ലൈയിങ് ഗ്രീൻ സ്ക്രീൻ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു മോഡലുണ്ട്. ഒന്ന് ഈ ഒരു കാണുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പറയുമ്പോൾ ഈ ഒരു കാണുന്നതാണ്. അത് അവിടുന്ന് നമ്മൾ അടുത്തേക്ക് വരുന്ന പോലത്തുള്ളൊരു ക്ലിപ്പ്. പിന്നെ അടുത്തത് പറയുമ്പോൾ അങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പാറണത് കണ്ടില്ലേ. പിന്നെ നമ്മളിങ്ങനെ അടുത്തുനിന്ന് ക്യാമറയുടെ പിന്നിൽ നിന്ന് ഇങ്ങനെ കയറി പോണ പോലെ കണ്ടോ. ഇങ്ങനെ ഒരു 4 വീഡിയോ ആണുള്ളത്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് പറയുന്നത് ഈ ഒരു ഇതാട്ടത്. ഇത് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന പോലെ ടൈപ്പാട്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. സ്റ്റാർട്ട് കട്ട് ചെയ്തു. പിന്നെ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞ് നോക്കുക, ഏകദേശം അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഞാൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലൊക്കെ കാണാൻ നിൽക്കുക കറക്റ്റ് ഗ്രീൻ സ്ക്രീനിൻ്റെ ഉള്ളിൽ ആ ഒരു ഈഗിൾ ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ കാണാം ആ ഒരു ചിറകിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് പോയി, ആ ഒരു പച്ചയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി കണ്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എവിടെ വെച്ചിട്ടാണ് ആ ഒരു ഫുള്ള് പച്ചയുടെ ഉള്ളിൽ കൊള്ളുന്നത് നോക്കുക. ഓക്കെ, ഏകദേശം ഈ ഒരു ഭാഗത്ത് പച്ചയുടെ ഉള്ളിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം മറ്റേത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ എടുത്ത് കൊടുന്ന് വെച്ചതാണെന്ന് തോന്നും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ളത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോവുക. എന്നിട്ട് ഈ ഒരു ക്രോമാക്കി സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ഗ്രീനിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഗ്രീന് പോകും. പക്ഷേ ആ ഒരു ഈഗിളിൻ്റെ ചിറകിൻ്റെ അവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയതായിട്ട് പച്ച കളർ ഉണ്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക. നല്ല കൂട്ടി കഴിഞ്ഞാൽ ഒക്കെ പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് അടിയിൽ ക്ലീൻ എഡ്ജ് എന്നുണ്ടാവും, അതൊന്ന് നിങ്ങൾ 100% ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ആ ഈഗിളിനെ കിട്ടിക്കണ്ടില്ലേ. ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് ആ ഈഗിളിനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിക്ക് അതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഈഗിൾ ഇങ്ങനെ ഇറങ്ങി പോണ പോലെ കിട്ടും കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ആ ഒരു ഈഗിളിൻ്റെ ഒരു സൗണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി. ഓഡിയോ പോയിട്ട് സൗണ്ട് എഫക്ട്സ് പോയിട്ട് ഈഗിളിന് അടിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് കുറച്ച് ഫ്രണ്ട് കാക്കി.
കണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഇതിലേക്ക് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള ഒരു ഫിൽറ്റർ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ഈഗിളിൻ്റെ ഇതും പിന്നെ ആ ഒരു നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫൂട്ടേജും തമ്മിൽ ഏകദേശം രണ്ടും ഒരേ കളറിൽ കിട്ടണ പോലെ ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. എന്നാലും കറക്റ്റ് ഒരു റിയാലിസ്റ്റിക്കിൽ നിൽക്കുള്ളൂ. അപ്പോൾ അത് കണ്ടോ ഞാൻ 4K ആഡ് ചെയ്തപ്പോൾ രണ്ടും കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്തിട്ട് ഒന്നും കണ്ട് ക്രോമാക്കിയിൽ ഇട്ടിട്ട് ഒന്ന് ആ ഗ്രീൻ ഒന്ന് കളഞ്ഞാൽ മതി. പിന്നെ അതിലേക്കൊരു ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക, ഈഗിളിൻ്റെ സൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനനുസരിച്ചിട്ട് ഇനി നിങ്ങൾ അതിലേക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കത്തി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യണത് ആ ഒരു ടെക്സ്റ്റ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം ഷോട്ട് ഞാൻ രണ്ടാമത് ന്യൂ പ്രൊജക്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോക്ക് ആവശ്യമുള്ള രീതിക്കുള്ള കട്ട്സ് അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് ആഡ് ടെക്സ്റ്റ് പോയിട്ട് നിങ്ങളുടെ ആ ഒരു ടൈറ്റിൽ എന്താണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക. അപ്പോൾ ഞാനിവിടെ ഓണം എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഇനി ഒരു ടെക്സ്റ്റ് ഒരു 3D രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ഫസ്റ്റ് തന്നെ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു കാണുന്നത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്കൊരു 3D രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് 3D മോഡൽ ഇതിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ കണ്ട ഈ റെഡൊക്കെ ഒരു 3D ടൈപ്പ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മൊത്തത്തിലും സെർച്ച് ചെയ്ത് നോക്കുക, ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിലൊരു 3D ടൈപ്പ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഫോണ്ട് പോയിട്ട് കുറച്ച് ബോൾഡ് ആയിട്ടുള്ളൊരു ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഓണത്തിന് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് ടെക്സ്റ്റിന് എത്ര ആവശ്യമുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ സ്റ്റൈലിൽ പോയിട്ട് നമുക്കൊരു ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഇതേപോലത്തുള്ള ആനിമേഷൻസ് നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചത് ഇതേപോലെ ഇങ്ങനത്തെ ആനിമേഷൻസ് ഒരു നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഇതൊന്നും നിങ്ങൾ ആനിമേഷൻ കൊടുക്കരുത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊന്നും നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്. കൊടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒറ്റ ലെറ്ററിന് ഇങ്ങനെ ആനിമേഷൻ ആയിട്ട് ഫുള്ളായിട്ട് വരുന്ന രീതിക്കുള്ളത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഉദാഹരണം എനിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കണ്ടോ ഈ ഒരു ഫ്ലോട്ട് ഡൗൺ എഴുതിയ കണ്ടോ, ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റീബൗണ്ട് ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റീബൗണ്ട് ഇന്ന് ആഡ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി, കണ്ടില്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഇതാ ഈ ഒരു വേവ് ഇന്ന് എന്നുള്ളതുണ്ട്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്പീഡ് പിന്നെ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വേവ് ഇന്ന് എന്നുള്ള ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് നൈസായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിലൊരു കീ ഫ്രെയിം പിന്നെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ടൊരു കീ ഫ്രെയിം ഇട്ടിട്ട് സ്റ്റാർട്ടിലെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സൂമിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ പോലെ കിട്ടും, കണ്ടോ. ഇങ്ങനെ ഒരു സൂമിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന പോലെ കിട്ടും. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ബ്ലർ എഫക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക. വീഡിയോ എഫക്റ്റ് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലർ എന്ന് സെർച്ച് ചെയ്യുക. ഇത് ഫസ്റ്റ് തന്നെ ഉണ്ട്, അത് സെർച്ച് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ബ്ലറിൽ നിന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബ്ലർ കുറഞ്ഞ പോലെ കിട്ടണം. ഇത് ഏകദേശം ഈ ഒരു ടെക്സ്റ്റിന് ആനിമേഷൻ എവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത് നോക്കുക. അത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബ്ലറിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നേരെ സ്റ്റാർട്ടിൽ വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ച കീ ഫ്രെയിം വന്നിട്ട് ഈ ഒരു ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ബ്ലറിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ കിട്ടും, കണ്ടോ. ഇതേപോലെ കിട്ടും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ മറ്റേ എഫക്റ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു നല്ലൊരു ഫിൽറ്റർ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4K ഫിൽറ്ററാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഫിൽറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതേപോലെ കിട്ടും. പക്ഷേ ഇതേപോലത്തെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലോസ്, ഇതിപ്പോൾ ഭയങ്കര ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കിളിയുടെ ഒരു ഈഗിളിൻ്റെ ഷോട്ട് എടുക്കാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു ഫുട്ടേജാണിത്. ഒന്നും കൂടി അടുത്തുനിന്ന് ആ ഒരു കോളേജിൻ്റെ കുറച്ചും കൂടി അടുത്തുനിന്നായിട്ടുള്ള ഒരു ഡ്രോൺ ഷോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഒന്നും കൂടി നൈസാകാരം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടോ ഏകദേശം അതേപോലത്തെ ഒരു ഷോട്ടാണിത്. അപ്പോൾ ഇതേപോലത്തെ ഷോട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുകൂടി നല്ല ഹൈറ്റ് നിർത്തുള്ള ഷോട്ടാണ്. അപ്പോൾ ഇവിടെ സത്യം പറയുന്നത് കറക്റ്റ് ആ ഒരു ഈഗിളിനെ വെച്ചാലാണ് ഒന്നുകൂടി നൈസായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ സംഭവം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ട് ട്രെൻഡിങ് കണ്ടന്റ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.